ധന്യ, കേരളമാകെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഉമ്മ തോമസിന് വേണ്ടി. പക്ഷേ പുറത്തു വരുന്ന ചില മെഡിക്കൽ റിപ്പോർട്ടുകൾ അനുസരിച്ച് നേരിയ പുരോഗതി ആരോഗ്യനിലയിൽ ഉണ്ട് എന്ന് പറയുമ്പോഴും ആശങ്കാജനകം തന്നെയാണ്. ഗുരുതരാവസ്ഥയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും കാര്യങ്ങൾ? തീർച്ചയായിട്ടും ഉമാ തോമസിന് വേണ്ടി കേരളം അല്ലെങ്കിൽ ഉമാ തോമസിന് അറിയാവുന്നവർ മുഴുവൻ ചിലപ്പോൾ ലോകത്തിൻ്റെ പല ഭാഗത്തിരുന്ന് പ്രാർത്ഥനയോടെ ആയിരിക്കും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആരോഗ്യനിലയിൽ പുരോഗതിയില്ല എന്ന് തന്നെയാണ് മെഡിക്കൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. റെനെ മെഡിസിറ്റിയിൽ നിന്ന് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് നമുക്ക് അങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തലച്ചോറിനും തലയ്ക്കുമേറ്റ പരിക്കല്ല ഒരുപക്ഷെ വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് ഉമാ തോമസിനെ കൊണ്ടുപോകുന്നത്. ആ പരിക്കുകളൊക്കെ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായിരുന്നു, അതൊക്കെ പരിഹരിക്കാൻ ഡോക്ടർമാർക്ക് ഒരു പരിധിവരെ കഴിഞ്ഞു. അതിൽ അവർ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ആശങ്കപ്പെടേണ്ടതിൻ്റെ കാര്യമില്ല എന്ന് അവർ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, കോട്ടയം മെഡിക്കൽ കോളേജിലെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ ജയകുമാറിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ സംഘവും പിന്നെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലുള്ള ഏറ്റവും വിദഗ്ധരായ ഡോക്ടറുടെ മെഡിക്കൽ സംഘവുമാണ് റെനെ മെഡിസിറ്റിയിൽ ഇപ്പോൾ മെഡിക്കൽ ബോർഡൊക്കെ രൂപീകരിച്ചുകൊണ്ട് ചികിത്സ സാധ്യമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. ഈ ശ്വാസകോശത്തിലുണ്ടായ രക്തം കട്ടപിടിച്ച ഒരവസ്ഥ, അതാണ് ഇപ്പോൾ വലിയ രീതിയിൽ ജീവന് തന്നെ അപകടമുണ്ടാകുമോ എന്ന ഒരു സംശയത്തിലേക്ക് പോകുന്നത് എന്നാണ്. അതായത് ഒരു പ്രത്യേക സ്കാനിങ്ങിലൂടെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത് എന്നാണ് പറയുന്നത്. സാധാരണ അപകടത്തിൽ പെടുമ്പോൾ സംഭവിക്കുന്ന രീതി പോലെ അല്ല, അതിലും കുറച്ച് ഗുരുതരമായാണ് ഈ ഉമാ തോമസിന് സംഭവിച്ചിരിക്കുന്നത്. മൂക്കിൽ നിന്നും വായിൽ നിന്നും ശ്വാസകോശത്തിലേക്ക് അമിതമായി രക്തം പ്രവഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അത് നിർത്താൻ കുറച്ച് ബുദ്ധിമുട്ട് ഡോക്ടർമാർക്കുണ്ടാകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇത് മാത്രമല്ല, വാരിയെല്ലുകൾ ഒടിഞ്ഞ് ശ്വാസകോശത്തിലേക്ക് കയറിയിട്ടുണ്ട്. ഇതും ഈ വലിയ രീതിയിലുള്ള ശ്വാസം എടുക്കുന്നതിനുള്ള ബുദ്ധിമുട്ട്, ശ്വാസ തടസ്സം ഉണ്ടാകുന്നതിനുമൊക്കെ കാരണമാകുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ തന്നെ ഇപ്പോൾ കിടത്തിയിരിക്കുന്നത്. ശ്വാസകോശത്തിന് വിശ്രമത്തിന്റെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് വെന്റിലേറ്ററിൽ അവരുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ശ്വാസം കൃത്യമായി പുറത്തേക്ക് പോകുന്നത് വരെ, ശ്വാസകോശം ഒന്ന് ക്ലിയർ ആകുന്നത് വരെ ഡോക്ടർമാർ ഈ ആശങ്ക നിലനിർത്തുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. റെനെ മെഡിസിറ്റിയിൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങൾ അതാണ്. എന്തായാലും ഈ എനിക്ക് തോന്നുന്നു ഇന്നലെ വൈകിട്ട് സംഭവിച്ചതാണ്. ഇന്നിപ്പോൾ ഇത്രയും സമയമായിട്ടും ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ ഉമാ തോമസിനെ സ്നേഹിക്കുന്നവരാണെങ്കിലും ഉമാ തോമസിനോടൊപ്പം നിൽക്കുന്നവർക്കൊക്കെ ആണെങ്കിലും കുടുംബാംഗങ്ങൾക്കൊക്കെ ആണെങ്കിലും ഒരു ആശങ്ക തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരു അപകടമാണ്. ആരും വിശ്വസിച്ചില്ല വീണ് കിടക്കുന്നത് ഉമാ തോമസ് ആണോ എന്നുള്ളത് പോലും വിശ്വസിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ആളുകളൊക്കെ കൂടി നോക്കിയപ്പോഴാണ് അത് ഉമാ തോമസ് എന്ന് മനസ്സിലാകുന്നത്. പിന്നീട് ആശുപത്രിയിലേക്കൊക്കെ കൊണ്ടുപോകുന്നത്. ഇതിൽ ആ രക്ഷാപ്രവർത്തനം നടത്തിയത് ശരിയായ രീതിയിലല്ല. ഇപ്പൊ പാർത്ഥൻ രാവിലെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ അതിൽ അവർക്ക് എന്തറിയാം എന്നൊക്കെ ആ തരത്തിൽ അവർ ചിന്തിച്ചു കാണില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അത് വളരെ ശരിയായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതായത് രക്ഷാപ്രവർത്തനത്തിൽ ചില പാളിച്ചകൾ സംഭവിച്ചതാണ് അവരുടെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളായി ചിലർ പങ്കുവെക്കുന്നത്. അങ്ങനെയാണ്. അതായത് അതിൽ ഒരാൾ പറയുന്നത് തന്നെ ഇത്തരത്തിലാണ്. ഉമാ തോമസിനെ ആ സമയത്ത് കൊണ്ടുപോയ രീതിയും ആംബുലൻസ് കൊണ്ടുപോകുന്ന രംഗം നമ്മളൊക്കെ കണ്ടല്ലോ. അവരെ ആംബുലൻസ് കൊണ്ടുപോകുന്ന വളരെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ് ഗുരുതരമായി പരിക്കേറ്റ രോഗിയുടെ ജീവൻ തന്നെ അപകടത്തിലാവുന്ന തരത്തിലും തൽക്ഷണം തന്നെ മരണം സംഭവിക്കാൻ സാധ്യതയുള്ള രീതിയിലുമാണ് അപകട സ്ഥലത്ത് നിന്ന് അവരെ ആംബുലൻസിലേക്ക് കൊണ്ടുപോയതെന്നാണ് പറയുന്നത്. ചില മനുഷ്യ സ്നേഹികൾ ഉമാ തോമസിന്റെ ജീവൻ രക്ഷിക്കുവാനായി കാലിലും കയ്യിലും തൂക്കിപ്പിടിച്ച് ഓടുന്ന രംഗം ഒരു ആരോഗ്യ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ശ്വാസം പിടിച്ച് TV-യിൽ നോക്കിയിരിക്കുവാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല, രോഗിയെ ഒരു മരപ്പലകയിൽ കിടത്തിയോ ആംബുലൻസിലെ മറ്റേ സ്ട്രക്ചറിൽ കിടത്തിയോ വേണം, അല്ലെങ്കിൽ ഈ തടിക്കഷ്ണത്തിൽ എന്തെങ്കിലും തല വച്ച് വേണം ഈ കൊണ്ടുപോകാൻ. അങ്ങനെയായിരുന്നു വേണ്ടിയിരുന്നത്. പക്ഷേ
ഇത് ഈ രണ്ട് കൈയിലും ഇങ്ങനെ തൂക്കി പിടിച്ച് കാലിലും പിടിച്ചാണ് അവരെ കൊണ്ട് ആ പോകുന്ന രംഗം നമ്മളൊക്കെ കണ്ടതാണ്. രക്തത്തിൽ കുളിച്ച് അത്രമാത്രം രക്തം വാർന്നൊഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അവരെ കൊണ്ടുപോയത് എന്നുള്ളതാണ്. കാലിലും കയ്യിലും തൂക്കിപ്പിടിച്ച് ഓടുമ്പോൾ അവരുടെ തല ആടി ഉലയുന്നുണ്ടായിരുന്നു എന്നാണ്. എല്ലുകൾ പൊട്ടിയിട്ടുണ്ടെങ്കിൽ കൂടുതൽ സ്ഥാന ചലനം ഉണ്ടാവുകയും തൽക്ഷണം മരണം സംഭവിക്കുവാനും സാധ്യതകൾ ഏറെയാണ് എന്നാണ് ഒരു ആരോഗ്യ പ്രവർത്തകൻ സോഷ്യൽ മീഡിയയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ രക്ഷാപ്രവർത്തനം നടത്തിയവർ ഒരുപക്ഷെ ആ സമയത്ത് ചിന്തിച്ചത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക, വിദഗ്ധ ചികിത്സ നൽകുക എന്നുള്ളതായിരിക്കും. പക്ഷേ അവർ തന്നെ രക്ഷകർ തന്നെ വില്ലനാകുന്ന തരത്തിലേക്കാണ് ഇവിടെ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ്. മാത്രമല്ല ഒരു തലചുറ്റി വീണാൽ പോലും ഇത്രയും ആളുകൾ 12,000 കുട്ടികൾ, അവരുടെ അച്ഛനമ്മമാർ, ബന്ധുക്കൾ, കാണികൾ ഒക്കെ വരുന്ന ഒരു വലിയ സ്റ്റേഡിയം, ആ സ്റ്റേഡിയത്തിൽ ഒരാൾ തലകറങ്ങി വീണാൽ പോലും പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സംവിധാനങ്ങൾ പോലും അവിടെ ഒരുക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ നമ്മളെയൊക്കെ അത് വലിയ രീതിയിൽ ഭയപ്പെടുത്തുന്നുണ്ട്. പിന്നെ എന്താണ് ഇവിടുത്തെ സംഘാടകർ ചെയ്തത് എന്നുള്ളതാണ്. ഒരു വെള്ളം പോലും സ്റ്റേഡിയത്തിലേക്ക് അകത്തേക്ക് കയറ്റാൻ അവർ സമ്മതിച്ചിട്ടില്ല. കുട്ടികൾക്ക് വെള്ളം വേണമെങ്കിൽ പണം കൊടുത്ത് വാങ്ങി കുടിക്കേണ്ട ഒരു അവസ്ഥ. കോടികളാണ് ഇതിൽ നിന്ന് കിട്ടിയതെന്നാണ് പറയുന്നത്. ഈ കോടികളൊക്കെ ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്? രജിസ്ട്രേഷൻ ഫീസ് 3000 രൂപ, തുണികൾക്ക് കുട്ടികളുടെ ഡാൻസ് പരിപാടിക്ക് ഇട്ട ഡ്രസ്സിന് 1600 രൂപ, അവിടെ കയറണമെങ്കിൽ കുട്ടികൾ ഒഴികെയുള്ള രക്ഷിതാക്കൾക്ക് 149 രൂപ മുതൽ 299 രൂപ വരെയാണ് ഫീസ്, രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കിയിരുന്നത്. അപ്പോൾ ഇത്രയൊക്കെ പണം വാങ്ങിയിട്ടും ഒരു പ്രാഥമികമായ ഒരു അപകടം സംഭവിച്ചാൽ ചെയ്യേണ്ട കാര്യങ്ങൾ പോലും അവിടെ ഒരുക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ സത്യത്തിൽ ഇതിന്റെ പിന്നിൽ എന്താണ്, ദുരൂഹത എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയുള്ള ആശങ്കകൾ ജനങ്ങൾ പ്രകടിപ്പിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ല. അതെ, തീർച്ചയായും തന്നെ പറഞ്ഞതുപോലെ തെറ്റ് പറയാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ഒരു അപകടം സംഭവിക്കും, പ്രത്യേകിച്ച് ഒരു വാഹനാപകടം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫ്രാക്ചർഡ് ആയിട്ടുള്ള ആൾക്കാരെ എടുത്ത് കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളുണ്ട്. അത് കൃത്യമായി ജനങ്ങൾക്ക് ആ അവബോധം നമ്മൾ നൽകിയിട്ടില്ല എന്നുള്ളതാണ്. പലപ്പോഴും ആരോഗ്യവകുപ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമെങ്കിലും കിട്ടുന്ന സമയത്ത് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിക്കും. പക്ഷേ ഇവിടെ ഉമാ തോമസിന് സംഭവിച്ചതും അത് തന്നെയാണ്. ഒരു സ്ട്രക്ചർ കിടത്തി കൊണ്ടുപോകേണ്ടതിന് പകരം കയ്യിലെടുത്ത് ഓടുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഒടിഞ്ഞ റിബ്സ്, അതായത് വാരിയെല്ല് പൊട്ടിയത് നേരെ ശ്വാസകോശത്തിലേക്ക് തറച്ചു കയറാനുള്ള സാധ്യത ഡോക്ടർമാർ പറയുന്നത് ഈ ഭാഗം അമർത്തി പിടിച്ചത് കൊണ്ട് ഉള്ളോട്ട് തറഞ്ഞു കയറി എന്നുള്ളതാണ്. രണ്ടാമത്തത് ഈ സെർവിക്കൽ ബോണിൻ്റെ അടുത്ത് MLAക്ക് വലിയ തരത്തിലുള്ള ഗുരുതരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ആ സെർവിക്കൽ ബോണിന് പരിക്ക് പറ്റിയതും പുറകിൽ പിടിച്ച് തല താഴോട്ട് നല്ല നിലയ്ക്ക് ആഞ്ഞത് കൊണ്ടുണ്ടായ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടാണ് എന്നുള്ള വാർത്തകളും പുറത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരാളെ എടുത്തു കൊണ്ടുപോകുമ്പോൾ നമ്മൾ ശീലിക്കേണ്ട ചില രക്ഷാപ്രവർത്തനത്തിലെ ചില മര്യാദകളും അതുപോലെ തന്നെ ചില ഫോർമാറ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ ശീലിച്ചു കൊണ്ട് വേണം നമ്മളൊരു രോഗിയെ കൊണ്ടുപോകാൻ, ഇല്ലെങ്കിൽ അത്യധികം അപകടകരമായിരിക്കും. ഈ പറയുന്ന സംഘാടകർ ഒരു തരത്തിലും ഇതിനൊന്നും ഒരു സംവിധാനവും അവിടെ ഏർപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് നമ്മളെയൊക്കെ ഞെട്ടിക്കുന്നത്. പിന്നെ അവിടെ ആംബുലൻസിൽ ഒരു ഡോക്ടർ അവർ ഏർപ്പെടുത്തിയിരുന്നു. ചെറിയ കുട്ടികൾക്കുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആ ഡോക്ടർ പരിശോധിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആവശ്യമായ ഒരു ക്രമീകരണം ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ധന്യ പറഞ്ഞതുപോലെ ഉമാ തോമസിൻ്റെ ബ്രെയിനിലെ ഇഞ്ചുറി അതായിരുന്നു ഏറ്റവും കൂടുതലായിട്ട് ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയത്. പക്ഷേ അതിനെ റിക്കവർ ചെയ്ത് ഈ പറയുന്ന തലച്ചോറ് പ്രതികരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. പക്ഷേ എങ്കിൽ പോലും അതിൽ നിന്ന് പുറത്തു വരാൻ, അതായത് അത് ആരോഗ്യത്തിന് അപകടമല്ലെങ്കിലും അതിൽ നിന്നുള്ള ട്രോമയിൽ നിന്ന് ശരീരം പുറത്തു വരാൻ എത്ര സമയമെടുക്കുമെന്നുള്ളത് പറയാൻ കഴിയില്ല. അത് തുടർ ചികിത്സയും ഫിസിയോതെറാപ്പിയും മൂലമൊക്കെയാണ് പറയാൻ കഴിയുക എന്നുള്ളതുമാണ് ഡോക്ടർ പറയുന്നത്. എങ്കിലും ഗുരുതരമായ സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഈ പറയുന്ന സംഘാടകർക്കെതിരെ കൃത്യമായ നടപടി പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. എന്തായാലും ഇവർ ഇതിന് മറുപടി പറയാതെ ഇരിക്കാൻ ഇവർക്ക് കഴിയില്ല എന്നുള്ളതും ഈ പറയുന്ന തട്ടിപ്പുകളടക്കം പുറത്തു വന്ന സ്ഥിതിക്ക് കൃത്യമായ ഒരു അന്വേഷണം ഇതിന്റെ ഭാഗമായി ഉണ്ടാവണം എന്നുള്ളതുമാണ് സമൂഹത്തിന്റെയും ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉയരുന്നത്. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്.